അല്ല, മാർക്കറ്റ് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് ഇതാ. നേരത്തെ തന്നെ നഷ്ടം വന്നിട്ടുണ്ട്. ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. പൈസ പിൻവലിക്കാം. മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആവുമ്പോൾ ആളുകൾ പൈസ പിൻവലിക്കും, നഷ്ടം സഹിക്കും. എന്നാൽ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് അവർ പുതിയ ഇൻവെസ്റ്റ്മെന്റ് യാത്ര തുടങ്ങുന്നു. മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആകുമ്പോഴാണ് പുതിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനുള്ള ഏറ്റവും പ്രെഡിക്റ്റബിൾ അവസരം ഉണ്ടാകുന്നത്. പക്ഷേ എനിക്ക് തീരെ നഷ്ടം സഹിക്കാൻ പറ്റില്ലടാ. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ വേഗം പൈസ പിൻവലിക്കും. അപ്പോൾ നിനക്ക് മാർക്കറ്റിനനുസരിച്ച് ഗ്രോത്ത് തരുന്ന ഒരു ഓപ്ഷൻ വേണം. ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാകാം. പിന്നെ ഡിസിപ്ലിൻ ആയിരിക്കാൻ 5 വർഷത്തെ ലോക്ക് ഇന്നും വേണം. വാവ്, അങ്ങനെ ഏതോ ഓപ്ഷൻ ഉള്ളത് എനിക്കും കൂടെ പറഞ്ഞു തരടാ. യുലിപ്പ്, ഇതിനെക്കുറിച്ച് ഞാൻ നിനക്ക് എല്ലാം പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്കും യുലിപ്പ് എന്താണെന്നോ അൺസർട്ടൺ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് സ്മാർട്ട് ആണെന്നോ അറിയണമെങ്കിൽ കൂടുതൽ റിസ്ക് ഇല്ലാതെ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാമെന്ന് അറിയാനും ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്താണ് യൂലിപ്പ്? ഇതൊന്ന് പറയൂ. ചായയും ബിസ്ക്കറ്റും ഒരു പെർഫെക്റ്റ് കോംബോ അല്ലേ? അതുപോലെ ഇൻവെസ്റ്റ്മെന്റിനൊപ്പം ഇൻഷുറൻസ് കൂടി കിട്ടിയാൽ എത്ര പൊള്ളി കോംബോ ആയിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. യൂലിപ്പും ഏകദേശം ഇതുപോലാണ്. നിങ്ങളുടെ പ്രീമിയം 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യും. ഒരു ഭാഗം ലൈഫ് ഇൻഷുറൻസിലും മറ്റൊരു ഭാഗം മാർക്കറ്റ് ലിങ്ക്ഡ് ഫണ്ടുകളിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതുവഴി കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനും സമ്പത്ത് വളർത്താനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ യൂലിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ്? അതിനായി നിങ്ങൾ മാസത്തിൽ 10,000 രൂപ യൂലിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. സാധാരണയായി NAV അഥവാ നെറ്റ് അസറ്റ് വാല്യൂ 50 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 200 യൂണിറ്റുകൾ കിട്ടും. ഇനി മാർക്കറ്റ് താഴേക്ക് പോയാൽ എന്ത് സംഭവിക്കും? NAVയും താഴേക്ക് പോകും. അപ്പോൾ NAV കുറഞ്ഞ് 40 രൂപയായെന്ന് കരുതുക. ഇനി നിങ്ങൾക്ക് അതേ 10,000 രൂപയ്ക്ക് 200 യൂണിറ്റുകൾക്ക് പകരം 280 യൂണിറ്റുകൾ ലഭിക്കും. കണ്ടില്ലേ? മുമ്പത്തേക്കാൾ 25% കൂടുതൽ. എത്ര കൂടുതൽ യൂണിറ്റുകൾ, അത്രയും കൂടുതൽ വളർച്ച. അതുകൊണ്ട് മാർക്കറ്റ് ഇടിയുമ്പോൾ ആ സമയത്ത് യൂലിപ്പ് എടുക്കുന്നത് ഒരു മികച്ച തീരുമാനമാണ്. ചരിത്രം അതിന് തെളിവാണ്. ഇതൊരു തിയറിയാണ്. എന്നാൽ നമുക്ക് യഥാർത്ഥ ചരിത്രം നോക്കാം. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സെൻസെക്സ് ഏകദേശം 60% ഇടിഞ്ഞിരുന്നു. 2009 മാർച്ചിലെ ഏറ്റവും താഴെയായിരുന്നു. എന്നാൽ മാർക്കറ്റ് ഇടിയുമ്പോഴെല്ലാം അത് തിരിച്ചു ഉയരാറുമുണ്ട്. 2010 അവസാനത്തോടെ മാർക്കറ്റ് പഴയതുപോലെയായി. ആ ഇടിവിൽ നിക്ഷേപം നടത്തിയവരുടെ പണം കേവലം 18 മുതൽ 24 മാസത്തിനുള്ളിൽ ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചു. 2020 കോവിഡ് തകർച്ച. 2020 കോവിഡ് തകർച്ചയിലും സെൻസെക്സ് 38% ഇടിഞ്ഞിരുന്നു. എന്നാൽ വെറും 6 മാസം കൊണ്ട് തന്നെ പൂർണ്ണമായ റിക്കവറി ഉണ്ടായി. കുറഞ്ഞ NAVയിൽ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങിയ യൂലിപ്പ് നിക്ഷേപകർക്ക് മികച്ച വരുമാനം ലഭിച്ചു. ഇനി നമുക്ക് ട്യൂലിപ്പിന്റെ പ്രത്യേക സവിശേഷതകളെ കുറിച്ച് സംസാരിക്കാം. 5 വർഷത്തെ നിർബന്ധിത ലോക്കിൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. ഇവിടെ ദീർഘകാലത്തേക്ക് തുടരുന്നത് എളുപ്പമാണ്. രസകരമായ ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്ത്യയുടെ ഇക്വിറ്റി മാർക്കറ്റുകൾ 10 വർഷത്തിനുള്ളിൽ ഒരിക്കലും നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടില്ല. യൂലപ്പുകൾക്ക് മറ്റൊരു സൂപ്പർ പവർ കൂടി ഉണ്ട്: ഫണ്ട് സ്വിച്ചിങ്. ഈ 3 ഫണ്ടുകൾക്കിടെ ഒന്നാമതായി ഇക്വിറ്റി ഫണ്ടുമായി. ഇതിൽ സെൻസെക്സ്, നിഫ്റ്റി, ലാർജ് ക്യാപ് അല്ലെങ്കിൽ മിഡ് ക്യാപ് കമ്പനികൾ പോലെയുള്ള സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നു. ഇവ ഉയർന്ന റിസ്കും ഉയർന്ന റിട്ടേണുമുള്ള ഫണ്ടുകളാണ്. രണ്ടാമതായി ഡെറ്റ് ഫണ്ടില്. ഇവയിൽ ഗവൺമെന്റ് ബോണ്ടുകളും കോർപ്പറേറ്റ് ബോണ്ടുകളും ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റികളിലുമാണ് നിക്ഷേപിക്കുന്നത്. റിട്ടേൺ സ്ഥിരതയുള്ളതായിരിക്കും, എന്നാൽ വളർച്ച അല്പം പരിമിതമാണ്. മൂന്നാമത്തേത് ബാലൻസ്ഡ് ഫണ്ടിനെ. ബാലൻസ്ഡ് ഫണ്ടുകൾ ഇക്വിറ്റിയുടെയും ഡെറ്റ് ഫണ്ടിന്റെയും മിക്സ് ആണ്. അവിടെ നിങ്ങൾക്ക് ഇക്വിറ്റിയുടെ റിസ്കും ഡെറ്റിന്റെ സ്ഥിരതയും കുറച്ചൊക്കെ അനുഭവിച്ചറിയാം. അതായത് മിതമായ റിസ്ക്, മിതമായ റിവാർഡ്. അതിനാൽ മാർക്കറ്റ് സാഹചര്യത്തിനനുസരിച്ച് ഈ 3 ഫണ്ടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. മാർക്കറ്റ് അനിശ്ചിതത്വത്തിലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് ഡെറ്റ് ഫണ്ടിലേക്ക് മാറാം. മാർക്കറ്റ് ഇടിഞ്ഞാലും നിങ്ങളുടെ പണം തികച്ചും സുരക്ഷിതമായിരിക്കും. പിന്നീട് മാർക്കറ്റ് തിരിച്ചു വരുന്നതായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇക്വിറ്റിയിലേക്ക് മാറി വളർച്ചയുടെ പൂർണ്ണ പ്രയോജനം നേടാം. ഇന്ത്യയിൽ
EEE ടാക്സ് ആനുകൂല്യം ലഭിക്കുന്ന തിരഞ്ഞെടുത്ത ചില ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് യുലിപ്സ്. അതായത് സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ ലഭിക്കുന്നു. നിങ്ങളുടെ ലാഭം എന്തായാലും അത് ടാക്സ് ഫ്രീ ആയിരിക്കും. നിങ്ങളുടെ വാർഷിക പ്രീമിയം 2.5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ പേ ഔട്ട് പൂർണ്ണമായും ടാക്സ് ഫ്രീ ആയിരിക്കും. അതായത് ഓരോ ഘട്ടത്തിലും ടാക്സ് സേവിംഗ്. എപ്പോഴാണ് നിങ്ങൾ യുലിപ്സ് പരിഗണിക്കേണ്ടത്? യുലിപ്സ് നിങ്ങൾക്ക് അനുയോജ്യമാകുന്നത് എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി നിങ്ങളുടെ ലൈഫ് ഇൻഷുർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുന്നതിനായി നിങ്ങൾക്ക് മാർക്കറ്റ് റിട്ടേൺസും ഒപ്പം ഇൻഷുറൻസും വേണമെങ്കിൽ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിരമിക്കുക, നിങ്ങൾ അച്ചടക്കമുള്ള നിക്ഷേപകനാണെങ്കിൽ, നിങ്ങൾക്ക് ടാക്സും ലാഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കേസുകളിലെല്ലാം നിങ്ങൾ യുലിപ്പ് എടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് യുലിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കുക. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് വേണ്ടത് അത് ഞാൻ വീഡിയോ ചെയ്യാം. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് കാനഡ HSBC ലൈഫ് ഇൻഷുറൻസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ കാണാം. ബൈ ബൈ. കാനഡ HSBC ലൈഫ് ഇൻഷുറൻസ് വാഗ്ദാനങ്ങളുടെ പങ്കാളി.